നമസ്കാരം പ്രിയപ്പെട്ടവരെ. കോൺഗ്രസിലെയും ലീഗിലെയും എൻ്റെ നല്ലവരായിട്ടുള്ള പ്രവർത്തകരോടും അണികളോടും ചില നേതൃത്വങ്ങളോടും സ്നേഹപൂർവ്വം പറയുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോയുമായി യാതൊരുവിധ ബന്ധങ്ങളുമില്ല. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങളെ സംബന്ധിക്കുന്നതുമല്ല. നിങ്ങളെ സ്നേഹപൂർവ്വം ഞാൻ മാറ്റി നിർത്തുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത വൈകൃത മനസ്സുള്ള ചില തെമ്മാടി കൂട്ടങ്ങൾക്കെതിരെയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചില കോൺഗ്രസ് ലീഗ് പ്രവർത്തകരുടെയും അണികളുടെയും ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വടകരയിലെ LDFിൻ്റെ സ്ഥാനാർത്ഥി, കേരളത്തിൻ്റെ ടീച്ചറമ്മ എന്നറിയപ്പെടുന്ന സഖാവ് KK ശൈലജ ടീച്ചർക്കെതിരെ നടക്കുകയുണ്ടായി. അതിലൊന്നിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് കണ്ടപ്പോൾ വളരെ മോശമായ രീതിയിലുള്ള വീഡിയോസും ഫോട്ടോസും അവർ പ്രചരിപ്പിക്കുകയുണ്ടായി. അതൊക്കെ വടകരയിലെ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളിയപ്പോൾ വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകളുമായി അവരുടെ ആ കൂട്ടത്തിലുള്ളവർ പുറത്തിറങ്ങി. ആ കമൻറ്റുകളൊക്കെ ഇപ്പോൾ തന്നെ പലരുടെയും കൈകളിൽ എത്തിയിട്ടുണ്ട്. ആ കമൻറ്റ് ഇട്ടവന്മാരെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഇബിലീസിനോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇബിലീസ് അല്ലെങ്കിൽ ഷെയ്ത്താൻ, ചെകുത്താൻ അത് ചെവി കൊള്ളില്ല. അവർക്ക് അവരുടേതായ പ്രവൃത്തികളുണ്ട്. പക്ഷെ അവരുടെ വീട്ടുകാരോട് നമ്മുടെ ഉമ്മമാരെ പോലെ സഹോദരിമാരെ പോലെ കരുതി ചില ഉപദേശങ്ങൾ തരികയാണ്. 68 വയസ്സുള്ള കേരളത്തിൻ്റെ ടീച്ചറമ്മ, പലരുടെയും അമ്മയാണ്, മുത്തശ്ശിയാണ്. ആ 68 വയസ്സുള്ള സ്ത്രീയിൽ അവർ രാഷ്ട്രീയ പ്രവർത്തകയോ അല്ലാതെ ആരോ ആയിക്കൊള്ളട്ടെ, അവരെ രാഷ്ട്രീയപരമായി വിമർശിക്കാം. അവർ ചെയ്ത വികസന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും നീതികേടുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടാം. ആശയപരമായി അവരോട് പൊരുതാം. അതിനൊന്നും ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. പക്ഷെ 68 വയസ്സുള്ള ആ സ്ത്രീയിൽ കണ്ണുകൊണ്ട് കണ്ട വൈകൃത മനസ്സുള്ള ആ വൃത്തികെട്ട തമ്മാടി കൂട്ടങ്ങളുടെ വീട്ടുകാരോട് ഞങ്ങൾ സ്നേഹപൂർവ്വം ഒരു ഉപദേശം തരികയാണ്. ഇവന്മാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശരീരം നല്ല രീതിയിൽ മറയ്ക്കാതെ അവരുടെ മുമ്പിൽ ചെല്ലരുത്. നിങ്ങൾ ഇവർ വീട്ടിലുള്ളപ്പോൾ കഥകിൻ്റെ കുറ്റിയിടാതെ ഉറങ്ങരുത്. കാരണം 68 വയസ്സുള്ള ഒരു സ്ത്രീയിൽ കാമാസക്തി അല്ലെങ്കിൽ കാമത്തിൻ്റെ രതി വൈകൃതത്തിൻ്റെ അനുഭൂതികൾ അവർ മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളറിയാതെ നിങ്ങളുടെ ശരീരങ്ങളിൽ അവർ ആസ്വദിക്കുന്നുണ്ടാകാം. കാരണം സ്വബോധമുള്ള ഒരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതല്ല ഈ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെ ഇല്ലാന്ന് തോന്നുന്നു. അതിന് ഏറ്റവും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ തെമ്മാടിത്തരം കാണിച്ചു കൂട്ടുന്നത് ചില ലീഗിൻ്റെ പ്രവർത്തകരാണ്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, നല്ലവരും ഉണ്ട്. കാരണം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വിശ്വസിച്ച് അതിന് വോട്ട് ചെയ്യുന്നവർ അവരുടെ ഇതാണ്, അതിനൊന്നും നമ്മൾ കൈയടത്തുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തെ ആശയം കൊണ്ട് നേരിടാൻ അറിയാത്ത, ആദർശം എന്താണെന്നറിയാത്ത, ചരിത്രം ഹറാമായ ചില തമ്മാടിക്കൂട്ടങ്ങൾ രാഷ്ട്രീയത്തെ വല്ലാത്ത രീതിയിൽ വൈകൃതപരമായി നേരിടുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് വീട്ടുകാരോട് പറയാനുള്ളതാണ്. കാരണം നമുക്കറിയാം, ആണായാലും പെണ്ണായാലും ഉറങ്ങിക്കിടക്കുന്ന സമയങ്ങളിൽ നമ്മുടെ വസ്ത്രങ്ങൾ നമ്മൾ അറിയാതെ മാറിപ്പോകാറുണ്ട്. അത് ആണാവാം പെണ്ണാവാം, നമ്മളത് അറിയത്തില്ല. ഉറക്കം എന്ന് പറയുന്നത് മറ്റൊരു മരണമാണ്. അപ്പോൾ നിങ്ങളറിയാതെ, നിങ്ങൾ ബോധമില്ലാതെ കിടന്നുറങ്ങുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ശരീരം ഇവന്മാർ വീട്ടിലുണ്ടെങ്കിൽ ഒളിച്ചിരുന്ന് ആസ്വദിക്കുന്ന വൈകൃതമുള്ള മനുഷ്യക്കൂട്ടങ്ങളിൽപ്പെട്ടവരാണ് ഇവന്മാർ. ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ടൊന്ന് പറയുന്നുണ്ട്, സ്വന്തം മാതാവിനോട് ലൈംഗികത തോന്നുന്ന ആൺമക്കൾക്ക് പിറകിലാണ് ഒറ്റക്കണ്ണൻ ദജ്ജാല് ഭൂമിയിലേക്ക് കടന്നു വരുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരാകാം ഇങ്ങനെയുള്ള കമൻറ്റുകളിട്ടും ആ കമൻറ്റുകളിൽ ചിരിക്കുന്ന സിമ്പലിട്ടും ആസ്വദിക്കുന്നത്. അവരെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ലതെന്ത് ചെയ്താലും ബിസ്മി ചൊല്ലി കഴിക്കണമെന്നാണ്, ബിസ്മി ചൊല്ലി കുടിക്കണമെന്നാണ്. നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലണം എന്നാണ്. ഒരു ഭാര്യയും ഭർത്താവും അവരവരുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ബിസ്മി ചൊല്ലി കിടക്കണമെന്നാണ്. അത് ചൊല്ലിയില്ല എങ്കിൽ അവർക്കിടയിൽ ഇബിലീസ് കയറി കിടക്കുമെന്നാണ് ഇസ്ലാമികപരമായി പഠിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ബിസ്മി ചൊല്ലാൻ മറന്നുപോയതിൻ്റെ പേരിൽ ഇവർക്കിടയിൽ ഇബിലീസ് കയറി കിടന്നപ്പോൾ ആ ഇബിലീസിൽ ഉണ്ടായ സന്തതികളായിരിക്കാം ഇവന്മാർ എന്നേ എനിക്ക് പറയാനുള്ളൂ. വാക്കുകൾ ചിലപ്പോൾ അതിന് കിടക്കാം. അത് നല്ലവരായിട്ടുള്ള ലീഗുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ബാധകമല്ല. സ്വന്തം തള്ളയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത, പ്രായമായവരിൽ പോലും കാമാസക്തിയോടെ കാണുന്ന ഇബിലീസിൻ്റെ സന്തതികളായ ഈ തെമ്മാടി കൂട്ടങ്ങൾക്കെതിരെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പ്രത്യേകിച്ച് ലീഗിൻ്റെ, കൂടുതലും ലീഗുകാരാണ് ഈ തെമ്മാടി കൂട്ടങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. നമുക്കറിയാം, നാദാപുരത്ത് തെരുവംപറമ്പിൽ നബീസ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നിസ്കാരപ്പായിലിട്ട് ബലാസംഗം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് കള്ള വാർത്ത കൊടുത്ത് കള്ളപ്രചരണം നടത്തി, വർഗീയ കലാപം നടത്തി, ഈന്തുള്ളത്തിൽ ബിനു എന്ന് പറയുന്ന 22 വയസ്സുകാരനെ NDFിൻ്റെ തീവ്രവാദി കൂട്ടങ്ങൾ വെട്ടിക്കൊലപ്പെടുത്തിയ പൈശാചികമായ രാഷ്ട്രീയ നെറുകേട് നമ്മുടെ കൺമുമ്പിൽ നിൽപ്പുണ്ട്. അതൊക്കെ വ്യാജമായിരുന്നു എന്നും പച്ചക്കള്ളമായിരുന്നു എന്നും ഒക്കെ പിന്നീട് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞതാണ്. ഇലക്ഷൻ കൺമുമ്പിൽ എത്തി നിൽക്കുമ്പോൾ
വിജയിക്കാൻ വേണ്ടി എന്ത് നെറുകേടും എന്ത് തെമ്മാടിത്തവും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത ഇബിലീസിന്റെ സന്തതികളായി അബൂജാഹിലിന്റെ പിൻതലമുറക്കാരായി ചില ലീഗുകാർ മാറിക്കഴിഞ്ഞു എന്നുള്ളത് സത്യമായ വാസ്തവമാണ്. രാഷ്ട്രീയപരമായി ഇവരോട് മറുപടി പറയാനില്ല. കാരണം അവർക്കെന്ത് രാഷ്ട്രീയം, അവർക്കെന്ത് ആശയം, അവർക്കെന്ത് ആദർശം, അവർക്കൊന്നേ ഉള്ളൂ തെമ്മാടിത്തരങ്ങൾ. തെമ്മാടിത്തരങ്ങളുടെ വിളനിലമായിട്ട് ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ മാറ്റിക്കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കൊരിക്കലും വാ തുറക്കാനുള്ള ശേഷിയില്ല. അത് തെറ്റായിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നേതൃത്വം പറയുമ്പോഴാണ് നേതൃത്വം ഉന്നതരാകുന്നത്, അല്ലെങ്കിൽ നേതൃത്വം മഹത്വമുള്ളവരാകുന്നത്. പക്ഷേ അണികൾ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളെ മൗനാനുവാദം കൊണ്ട് പച്ചക്കൊടി കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ പ്രതികരിക്കേണ്ടി വരും. ഞങ്ങൾ ഇതുപോലെയൊന്നും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഞങ്ങൾ ആശയം കൊണ്ടും ആദർശം കൊണ്ടും രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ആ ഞങ്ങളെ മുമ്പിൽ ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, പ്രതികരിച്ചേ പറ്റൂ. അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് പറയാനുള്ളത്, ഈ തെമ്മാടിക്കൂട്ടങ്ങളെ തിരിച്ചറിയുക. പ്രത്യേകിച്ച് വടകരയിലെ പ്രിയപ്പെട്ട വോട്ടർമാരോട് പറയാനുള്ളത്, ഈ കേരളത്തിലെ അമ്മയായ ചിലരുടെയൊക്കെ മുത്തശ്ശിയായ കേരളത്തിൻ്റെ ടീച്ചറമ്മയെ, അതായത് നിപ്പയുടെയും കൊറോണയുടെയും ഒക്കെ വൈറസിനെ ചെറുത്തു തോൽപ്പിച്ച ടീച്ചറമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച ഈ കൃമികീടങ്ങളെ നിങ്ങളുടെ പൗരാവകാശം കൊണ്ട് നിങ്ങൾ മറുപടി കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. പിന്നൊരു കാര്യമുണ്ട്, ചാണകം ചാരിയാൽ ചന്ദനം മണക്കില്ലല്ലോ. സ്ത്രീകളെയും CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ അന്തരിച്ചുപോയ മുൻ നേതാക്കളെയുമൊക്കെ മോശമായ രീതിയിൽ, വൈകൃതമായ രീതിയിൽ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത കോൺഗ്രസിനുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഷാഫി പറമ്പിലിനെയും VT ബൽറാമിനെയൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്ന അണികളിൽ നിന്നും നമ്മൾ കൂടുതലൊന്നും മലയാളികൾ പ്രതീക്ഷിക്കേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു, നല്ലത് നേരുന്നു.